പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് വെറൈറ്റി പ്രോഗ്രാമാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുവാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 3/4 മണിക്കൂർ നമ്മൾ വെള്ളം ചൂടാക്കിയാണ് നമ്മൾ കട്ടൻ കാപ്പി ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ തിളച്ച് വരുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ കാപ്പി റെഡിയാകും. എല്ലാവർക്കും കാപ്പി നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആകുമ്പോൾ കാപ്പിയാണ് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടം. നമ്മളൊരു കലത്തിൽ വെള്ളം അടുപ്പിട്ട് വയ്ക്കുക. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാണ് നമ്മൾ കാപ്പി ഉണ്ടാക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ള കാപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. ഏകദേശം വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നല്ല ചൂടുള്ള നല്ല ടേസ്റ്റുള്ള കാപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കാപ്പി തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ തിളച്ച് വരുമ്പോൾ പൊടി ഇടുക. നല്ല സൂപ്പർ കാപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. കണ്ടില്ല, വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ കാപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി
ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് മഴയത്ത് നമുക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടും കാപ്പിയാണ് നമുക്ക് നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കാപ്പിയൊക്കെ നമ്മൾ ക്രമീകരിക്കുന്നത്. കാരണം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. വെള്ളമൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് വരുന്നു. നമുക്ക് ഇനി പൊടി ഇടാം. ഇങ്ങനെ ഒത്തിരി ഇന്നത്തെ കാപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കാപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അപേക്ഷിക്കുന്നു.